ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പേൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണോ അങ്ങനെയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പേൾസ് തീർന്ന് മറ്റേ ഉണ്ടാക്കുന്ന സാധനം തീർന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് നല്ല ഭംഗിയുണ്ട്, അമ്മേൻ്റെ ഓഫീസിലൊരു മാഡ് ഉണ്ട് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതിങ്ങനെ ഉണ്ടാക്കണം. അമ്മ ഇതിന് വലിയൊരു സെറ്റ് എനിക്ക് അമ്മ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. 500 ആണ് അതിൻ്റെ പ്രൈസ്. 1000 പ്ലസ് ബീറ്റ്സ് ഉണ്ട് അതിൽ. അപ്പോൾ അമ്മ എനിക്കത് ഓർഡർ ചെയ്ത് തന്നു. ഞാനൊരെണ്ണം ചെയ്തപ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അമ്മക്ക് വേണ്ടിയും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു. അപ്പോഴാണെങ്കിൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അമ്മ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 50 റുപ്പീസിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഐ മീൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ബാൻഡൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ഞാൻ പൈസയൊന്നും വാങ്ങി കൊടുക്കുന്നില്ല, പക്ഷേ ഞാൻ അവർക്കിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മേൻ്റെ ഓഫീസിലെ ചില ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആക്ച്വലി അൺബോക്സിങ് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അത് ഞാൻ സ്റ്റോറേജ് ഫുള്ളാണെന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ വീഡിയോയും അതിൻ്റെ ഒപ്പം ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ അൺബോക്സിങ് ഇടാൻ പറ്റുന്നത്. എന്തായാലും വലിയ കിറ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ അൺബോക്സിങ് വീഡിയോ ഇടുന്നതായിക്കോട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇപ്പം നിലവിൽ ഞാനും സേറയും കൂടെ ഉണ്ടാക്കി കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. സേതൊരു എസ്തറ്റിക് ആയിട്ട് എനിക്കൊരു സേറയുടെ നല്ലൊരു എസ്തറ്റിക് ലുക്കിൽ എനിക്കൊരു ബ്രേസ്ലെറ്റ്സ് ഇടാൻ വേണ്ടി ബ്രേസ്ലെറ്റ് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്തെല്ലാമാണെന്നൊക്കെ ഇതിലാണ് കേട്ടോ എൻ്റെ കളക്ഷൻസ് ഫുള്ളും ഉള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വാങ്ങിയപ്പോൾ ആ ഒരു സെറ്റിന് 199 ആണ് കേട്ടോ. ഈ ഒരു ടിന്ന് അവർ തന്നെയല്ല, പക്ഷെ ഞാൻ വാങ്ങിയ ടൈമിന് ആ ഒരു പേൾസിൻ്റെ സെറ്റിന് 199 ആയിരുന്നു. ഐ മീൻ 200. പക്ഷെ അത് വേഗം തീർന്നുണ്ട്. പേൾസ് ഉണ്ടെങ്കിലും മറ്റേ ബാൻഡ് ഇല്ലേ, ഇത് ചെയ്യുന്ന ബാൻഡ്, അത് പെട്ടെന്ന് തീർന്നു പോയിട്ടോ. അപ്പം ഞാൻ നിങ്ങളെന്തായാലും കാണിച്ചു തരാം എൻ്റെ കളക്ഷൻസൊക്കെ. ഗൈസ്, ഇത് ഞാൻ ഡെവിലായി വെച്ചൊക്കെ ഉണ്ടാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സോട്ട് ഉണ്ടാക്കണോണ്ടിട്ടാണ് കേട്ടോ ഗൈസ്. പക്ഷേ ഇത് ചെറുതായിട്ട് അത്രയും കളർ കോമ്പിനേഷൻ ശരിയാവാൻ എന്താണെന്ന് വെച്ചാൽ മിക്ക പേൾസും എല്ലാ പേൾസും തീർന്നു പോയി. അപ്പം ഇതേപോലത്തെ സെറ്റല്ല കേട്ടോ ഞാൻ വാങ്ങി. കുറച്ചും കൂടി ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറക്റ്റ് ഒരു ബ്രേസ്ലെറ്റ് ലുക്കിൽ കിട്ടുന്നത് ഞാൻ എൻ്റെ ട്യൂഷൻ ചേച്ചിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഗൈസ്. ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് കാണുമ്പോൾ കുഞ്ഞതായിട്ട് തോന്നും കേട്ടോ, പക്ഷേ അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഇടുവാന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ക്യാഷൊന്നും വാങ്ങണില്ല കേട്ടോ. അമ്മയാണ് പറഞ്ഞത് അങ്ങനെ. പക്ഷേ ഞാൻ ക്യാഷൊന്നും വാങ്ങുന്നില്ല, ഞാൻ ജസ്റ്റ് കൊടുക്കണേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കാൻ ചേച്ചിക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഒരു ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഒരു കോംബോയാണ് കേട്ടോ. ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് പിന്നെ 2 ഡെവിലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. മൂന്നാമത്തെ ഹെലികോപ്റ്ററാണ് പോയത്, അതാണ് സൗണ്ട് ഗൈസ്. ഇപ്പോൾ 2 ഡെവിലായി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക്. ഇതൊരെണ്ണം ഇതൊരെണ്ണം. പിന്നെ അടുത്തത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് നിലക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിലക്കാണെങ്കിൽ ഇങ്ങനത്തേക്ക് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്പെല്ലിങ് ഇതെന്താ കാണാത്ത ഗൈസ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അതാ സ്പെല്ലിങ് വെച്ചിട്ട് ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ്. നിലാന്ന് എഴുതിയിട്ട് ജസ്റ്റ് പേൾസൊക്കെ വെച്ചിട്ട്. ഇത് ഞാൻ ചിലപ്പോഴേ കൊടുക്കത്തുള്ളൂ, ഇത് ഭയങ്കര ലൂസ് പോലെയുണ്ട്. അപ്പോൾ ഞാനിത് നിലക്ക് കയ്യിൽ ചെറുതായിട്ട് ടൈറ്റ് ആകുവാന്ന് എനിക്കറിയില്ല. അതുകൊണ്ടിട്ട് ഞാനിത് വെട്ടിയിട്ട് വേറെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. എന്നാലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതും ട്യൂഷൻ ടീച്ചറിന് വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഒരു പിങ്കും ഒരു ലൈറ്റ് പിങ്കും ഒരു ബേബി പിങ്കും ഒരു പിങ്കും അതേപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈസൊക്കെ വെച്ച് ഡെവിലായി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു ബ്രേസ്ലെറ്റ് ചെറുതായിട്ട് കുഞ്ഞിതുപോലെ തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഗ്രീൻ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ
ഇത് സേറ ഉണ്ടാക്കിയതാണ് കേട്ടോ, സേറയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷെ സേറ ഇങ്ങനത്തെ ഇടാത്തതുകൊണ്ട് ഞാൻ നിലക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിലയ്ക്ക് എന്നാലും രണ്ടെണ്ണം ഇരുന്നോട്ടെ ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ കിട്ടിയപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഇതും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അമ്മക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്രണ്ടിന് കൊടുക്കാൻ ഉണ്ടാക്കി വന്നിട്ട് അമ്മയ്ക്കുണ്ട് ഗൈസ്. അപ്പം വേറെ വലിയ സെറ്റ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ പല കളർ വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഉള്ളത് ഇത് അമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഡെവിലായി അമ്മക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ബ്രേസ്ലെറ്റ്സ് ആണ്. ഇതിൽ പേൾസും ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഫ്ലവറും പിന്നെ ഡെവിലായും ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ആ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത്. പക്ഷേ അമ്മയ്ക്ക് ചെറുതായിട്ട് ലൂസാണ്. ഞാനിന്ന് എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടോ ഗൈസ്, അതുകൊണ്ടിട്ടും അമ്മയ്ക്കിത് കൊടുക്കാൻ പറ്റിയില്ല. അമ്മ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അമ്മേൻ്റെ ഓഫീസിൽ ഒരു ആൻറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മക്ക് കൊടുത്തു വിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതും ഞാൻ ലെറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ലെറ്റർ വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ പേര് കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ ലെറ്റർ വെച്ച് ചെയ്തതാണിത്. ചെറുതായിട്ട് വലുതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അമ്മ വെട്ടിയിട്ട് ഉണ്ടാക്കേണ്ടി വരും. എന്നാലും ഇന്നലെ നാളെ അമ്മ കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ആൻറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് സേറ ഉണ്ടാക്കിയതാണ്. ലെറ്റർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഞാൻ സോറി ഇതാണ് സേറ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഈ കളർഫുൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം പിന്നെന്താ ഇതൊക്കെയാണ് ഞാൻ ഇപ്പം ഈ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയത്. ഞാൻ വേണമെങ്കിൽ ബീഡ്സിൻ്റെ സെറ്റും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് അവർ ഇതേപോലത്തെ ഓരോ സിബ്ലോക്ക് ബാഗിലാണ് കേട്ടോ തന്നത്. ഞാൻ ഇന്നലെ ചെയ്യാനെടുത്തപ്പോൾ എല്ലാം പൊട്ടിച്ച് അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടേക്കണം. ഇത്രയും ഇത് ഇനിയും ബാക്കിയാണ് കേട്ടോ. പക്ഷെ പകുതി ലെറ്റേഴ്സും ഇല്ല അതുകൊണ്ട് പ്രശ്നം. ഇതൊന്നും അവിടെ തന്നെയല്ല കേട്ടോ. ഇതൊന്നും അവിടെ തന്നെയല്ല. സേർ ഇന്നലെ കൊണ്ടുവന്നിട്ടാണ് വേണ്ടോ, ഒരുപാടുണ്ട്. പിന്നെ ഇതായിരുന്നു നമുക്ക് ടങ്കീസ് പോലത്തെ ആയിരുന്നു കിട്ടിയത്. ടങ്കീസായിരുന്നു നമുക്ക് കിട്ടിയത്. ബട്ട് അത് തീർന്നു പോയി ഗൈസ്. ഇതേപോലത്തെ ഒരു സംഭവം നല്ല വലിയുന്നുണ്ട് കേട്ടോ ഇതും. അപ്പോൾ അതും പിന്നെ ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം എന്തെങ്കിലും സാൻഡിൻ്റെ സോയിലിൻ്റെ ആക്ടിവിറ്റി വന്നാലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിത് ഇവർ നല്ല അടിപൊളി ടിന്നിലൊക്കെയാണ് തന്നത്. പക്ഷെ അത് കീറിയിരിക്കുന്നതായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഇതിലേക്കാക്കി ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ഓരോ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു എസ്തെറ്റിക് ലുക്കിലൊരു പിക്ക് എടുത്തിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്. Your